ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോളോ ടോക്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RRBയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അഥവാ RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നുണ്ട്. 20/1/2024 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് February 19 റെയിൽവേയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള നല്ലൊരു അവസരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയിലൊട്ടാകെ ആയിട്ട് 5696 വേക്കൻസികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 18നും 30നും ഇടയിൽ പ്രായമുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണിത്. അതുപോലെ തന്നെ ഇതിന്റെ ഇനീഷ്യൽ പേ സ്കെയിൽ വരുന്നത് 19,900 രൂപയാണ്. അതായത് സ്റ്റാർട്ടിംഗ് സാലറിയാണ് പറയുന്നത്. കാലക്രമേണ ഇത് ഇൻക്രിമെന്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് മെട്രിക്കുലേഷൻ SLC പ്ലസ് NCVT SCVT അംഗീകരിച്ചിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ്. ITIയുടെ ട്രേഡ് വരുന്നത് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ്, മിൽറൈറ്റ്, റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്, മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ, അർമിഞ്ചർ, കോയിൽ മിൻറ്റർ, ഹീറ്റ് എഞ്ചിൻ, ടർണർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക്. ഇത്രയും ട്രേഡുകളാണ് ITIയിൽ ഈ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഈ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രേഡിൽ അപ്രന്റീസ്ഷിപ്പ് ആക്ട് പ്രകാരം 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആരെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ സെക്കൻഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എന്നീ സബ്ജക്റ്റിൽ 3 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനും SLC പ്ലസ് ഈ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ 3 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. അതിൽ കേരളത്തിലും വേക്കൻസി വന്നിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ടോട്ടൽ 70 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ UR കാറ്റഗറിക്ക് 39 വേക്കൻസി, SC ആൻഡ് ST കാറ്റഗറിക്കായിട്ട് 14 വീതം വേക്കൻസി, അതായത് SCക്ക് 14, STക്ക് 14. അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 1 വേക്കൻസി, EWS കാറ്റഗറിക്ക് 2 വേക്കൻസി, എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് 7 വേക്കൻസി. ഇങ്ങനെയാണ് കേരളത്തിലെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കേരളത്തിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസി കൂടുതലുള്ള സ്ഥലം നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇന്ത്യയിൽ ടോട്ടൽ 5696 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത്. അതുകൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ്സും നോക്കുന്നുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസിൻ്റെയും എക്സാമിനേഷൻ്റെ സിലബസിൻ്റെയും ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 18 to 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അതായത് 1/7/2024 ഇടയ്ക്ക് 18 വയസ്സും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ജനറൽ OBC കാറ്റഗറിയിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന് 500 രൂപയും SC ST EWS വുമൺസ് കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ സബ്മിഷൻ നടത്തേണ്ടത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് RRBയുടെ വെബ്സൈറ്റിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാണാവുന്നതാണ്. ക്ലിക്ക് ഹിയർ ടു വ്യൂ CNE നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് വരുന്നതായിരിക്കും. റെയിൽവേയുടെ RRBയുടെ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ അപ്ലൈ എന്നൊരു ബട്ടൺ മുകളിലായിട്ട് കാണാവുന്നതാണ്. ഈ ഒരു അപ്ലൈ ബട്ടണിലേക്ക് വരുമ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആൻഡ് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന 2 ഓപ്ഷൻ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും നൽകി നിങ്ങളുടെ യൂസർ ID പാസ്വേഡും നൽകി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം വിസിബിൾ ആവുന്നതായിരിക്കും. അതല്ല നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യമായിട്ടാണെങ്കിൽ ഇവിടെ അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു
അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇത്രയാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. റെയിൽവേയിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സിന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. ക്വാളിഫൈഡുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് February 19 സോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളിലെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്